ഒറ്റ പേര് ക്രിസ്റ്റഫർ നോളൻ്റെ ദി ഒഡീസി. ഒറ്റവാക്കി പറഞ്ഞ വളരെ നല്ലൊരു സിനിമ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സയൻസ് ഇല്ല, നോൺ ലീനിയർ ആയിട്ടുള്ള കഥയല്ല, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളോ ടൈം ഇൻവേർഷനോ പോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒന്നുമല്ല. ഏതൊരു സാധാരണക്കാരും മനസ്സിലാവുന്ന കഥ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മേനെ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടോ അങ്ങനെ ഫാമിലി ആയിട്ടോ വരെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിച്ച് വരാവുന്ന ഒരു ഗ്രീക്ക് ഇതിഹാസം അല്ലെങ്കിൽ ഒരു നാടോടി കഥയൊക്കെ പോലെ അങ്ങനെ സിമ്പിളായിട്ട് കാണാവുന്ന ഒരു സ്റ്റോറിയാണ്. പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പോസ്റ്റ് ഇന്റർസ്റ്റെല്ലാർ ഇറക്ക് ശേഷം ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ, നോളന്റെ സിനിമകളിൽ ഏറ്റവും നല്ലൊരു സിനിമ ദി ഒഡീസി ആണെന്നാണ്. അതായത് ഇന്റർസ്റ്റെല്ലാറിന് ശേഷം ദി ഡൺകർക്ക് അല്ലെങ്കിൽ ടെനറ്റ്, ഓപ്പൺ ഹൈമർ, ഈ ഇറങ്ങി ഇത്രയും സിനിമയേക്കാളൊക്കെ എന്തുകൊണ്ടും മെച്ചപ്പെട്ട സിനിമയാണ് ദി ഒഡീസി. എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ പ്രൈം നോളൻ ഉണ്ടല്ലോ, അതായത് ഇൻസെപ്ഷൻ, ദി പ്രസ്റ്റീജ്, ഡാർക്ക് നൈറ്റ് മുതൽ ഇന്റർസ്റ്റെല്ലാർ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈം ഇറയുണ്ട്, ആ ഒരു ലെവലിലേക്ക് എത്താൻ ഒഡീസിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കിത് നേരത്തെ തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് നോളന്റെ അന്നത്തെ പ്രൈം ഇറയിൽ എല്ലാ രീതിയിലും, അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലാണെങ്കിലും കഥയിലാണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ആ ഒരു ടോപ്പ് നോച്ച് സാധനങ്ങൾ ഉണ്ടായി. എന്നാൽ ഡൺകർക്ക് അല്ലെങ്കിൽ ടെനറ്റ്, ഓപ്പൺ ഹൈമർ ഇറയൊക്കെ ആയപ്പോഴത്തേക്കും ഇന്റർസ്റ്റെല്ലാറിന് ശേഷം ആ ഒരു ലെവലിലേക്ക് ഒറ്റ സിനിമ പോലും വന്നിട്ടുണ്ടായില്ല. എന്നാൽ ഒഡീസി അതിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കഥയാണെന്ന് പറഞ്ഞല്ലോ. അതായത് ഏതൊരാൾക്കും നമുക്ക് സിമ്പിളായിട്ട് റിലേറ്റ് ആവുന്ന കഥ, ആർക്കും ഒന്നും നമ്മളൊന്നും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അഭിനയിച്ച എല്ലാവരും വെറുതെ ഗംഭീര പ്രകടനമാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ കാസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ പലർക്കും പല വിവാദങ്ങളും അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. എനിക്കും പേഴ്സണലി ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായി, ഇന്ന ആൾക്കാർ വന്നാൽ ശരിയാവുമോ എന്നൊക്കെ. എന്നാൽ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ലൊരു സിനിമ. ലുഡ്വിഗ് ഗൊറാൻസന്റെ മ്യൂസിക് സിനിമേനെ വലിയ രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നോളന്റെ ആ ഒരു ഗ്രാൻഡ്യൂർ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇതിലെ കാസ്റ്റിന്റെ കാര്യം എടുത്താൽ മാറ്റ് ഡാമനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ആൻ ഹാത്വേ, ടോം ഹോളൻഡ്, റോബർട്ട് പാറ്റിൻസൺ, അങ്ങനെ ഒത്തിരി ഒരു വലിയൊരു താരനിര തന്നെ ഉണ്ട്. പക്ഷെ എല്ലാവരും അവരുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഡെലിവർ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ ഡ്യൂറേഷൻ ത്രൂ ഔട്ട് ഫീൽ ചെയ്തായിരുന്നു. അതായത് എനിക്ക് സിനിമ തുടങ്ങി കുറേ നേരം ഒരു ഇന്റർവെൽ എന്താവാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു ലെങ്ത് വലിയ രീതിയിൽ ഫീൽ ചെയ്തു. എന്നാൽ ലാഗ് ഒന്നുമില്ല സിനിമയിൽ ത്രൂ ഔട്ട്. ഇതുപോലെ ഇപ്പോൾ സെയിലിംഗ് ഉണ്ട്, വോയേജിന് പോവുക, പണ്ടത്തെ അന്നത്തെ കപ്പലുകളിലും. അപ്പം അങ്ങനത്തെ ഒരു കഥയാണല്ലോ. അപ്പം അവർ ഓരോ ഐലൻഡ്സിൽ വരുമ്പോഴും ഓരോ ഇവന്റുകൾ ഇങ്ങനെ നടന്നേണ്ടേ ഇരിക്കുന്നുണ്ട്. അതായത് വലിയ രീതിയിൽ ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ കഥയിൽ ഇങ്ങനെ നടന്നേണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പമുള്ള ഡ്രാമ, ഇത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ആ ഒരു ഗോഡ് ഫാദർ ടൈപ്പ് സ്റ്റോറി ഉണ്ടല്ലോ. അതായത് ഒരു അച്ഛൻ, മകൻ അല്ലെങ്കിൽ ഫാമിലി, അത് തന്നെ ആ ഒരു കിങ് ആൻഡ് ക്യൂവിൻ്റെ ഇറയിലുള്ള അന്നത്തെ ആ ഒരു രാജാക്കന്മാരുടെ കാലത്തുള്ള, ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കാണുമ്പോൾ അറിയാലോ, ആ ഒരു രീതിയിൽ ആ ഡ്രാമയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള വിഷ്വൽസ്, മ്യൂസിക്, ഒത്തിരി അഡ്വഞ്ചേഴ്സ്, എല്ലാം കൊണ്ടും ഒരു സംഭവബഹുലമായിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ദി ഒഡീസിയിലുള്ളത്. പിന്നെ ഇതിലെ ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ എപ്പിക്കിലെ ഭാഗങ്ങളായാലും ഇതൊന്നും അക്യുറേറ്റ് ആയിട്ട് വളരെ, അതായത് ഇതിഹാസത്തിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ ഒന്നും അല്ല എടുത്തേക്കുന്നത്. വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ലിബർട്ടി ഉപയോഗിച്ച് വളരെ സിനിമാറ്റിക് ആയിട്ട്, അതായത് സംവിധായകന്റെ കൂടെ സ്വാതന്ത്ര്യം എടുത്ത് അതാണ് ഡയലോഗ്സിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ആ പഴയ കാലത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഫാന്റസികൾ എലമെന്റ്സ് എല്ലാം കൂടിയാണെങ്കിലും എല്ലാം സംവിധായകന്റെ ഒരു സിനിമയിലെ നമ്മളൊരു കഥ കാണുന്നത് പോലെ വളരെ അക്യുറേറ്റ് ആയിട്ട് ഇത് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിലൊന്നും നോക്കാണ്ട് ഫ്രീ ആയിട്ട് നമ്മളൊരു കഥ കണ്ടിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ കാണാവുന്ന രീതിയിലും കൂടിയാണ് ഈ ഒഡീസി സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എനിക്ക് തോന്നിയത് ഇന്റർസ്റ്റെല്ലാർ ഇറക്ക് ശേഷം ആ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെട്ട നോളനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നതുപോലെയാണ്. ഇപ്പോൾ ഡൺകർക്ക് ആയാലും ടെനറ്റ് ആയാലും ഓപ്പൺ ഹൈമർ വരെ ആയാലും അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമകളായിരുന്നില്ല. ഇപ്പൊ ഇൻസെപ്ഷൻ വളരെ സങ്കീർണമായിട്ടുള്ള കഥയും ആ സ്വപ്നങ്ങളുടെ കഥയൊക്കെ ആണെങ്കിലും ഒരു അച്ഛന് മക്കളെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇന്റർസ്റ്റെല്ലാറിലാണെങ്കിലും അച്ഛനും മകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇമോഷണൽ കണക്ഷൻ എല്ലാത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ ഡൺകർക്ക്, ടെനറ്റ്, ഓപ്പൺ ഹൈമറിലായിട്ടൊക്കെ വന്നപ്പോൾ പലയിടത്തും ആ ഒരു ഇമോഷണൽ കണക്ഷൻസ് അല്ലെങ്കിൽ സംതിങ് ഈസ് ഓഫ് എന്നുള്ളൊരു കാര്യം നോളന്റെ സിനിമകളിൽ പ്രകടമായിരുന്നു. പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഓപ്പൺ ഹൈമർ എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു സിനിമയുമായിരുന്നു. ഇപ്പോൾ കിലിയൻ മെർഫിയുടെ പെർഫോമൻസ് നല്ലായിരുന്നു എന്ന് ഒഴിച്ചാൽ അതിൽ രാഷ്ട്രീയമായിട്ട് വരെ ഇപ്പോൾ ജാപ്പനീസ് ജനതയുടെ, അതായത് ഒരു ആറ്റം ബോംബ്, വളരെ മോശപ്പെട്ട ഒരു മനുഷ്യന്റെ ബയോപിക് എടുത്ത് അയാളെ മഹത്വവൽക്കരിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഒത്തിരി വിയോജിപ്പുകളും ആ സിനിമയോടുണ്ടായി. മാത്രമല്ല ആ സിനിമയും
ഒരാൾക്കും, അതായത് നോളൻ ഒരു ബ്രില്യൻ ഫിലിം മേക്കറാണ് എന്നുള്ളൊരു ടെംപ്ലേറ്റിൽ അങ്ങനെ കുറേ ആൾക്കാർ കാണുന്നതല്ലാതെ ആ സിനിമ ഒരു സാധാരണ മനുഷ്യൻ ഒട്ടും റിലേറ്റ് ആവാത്തൊരു സിനിമയുമായിരുന്നു. അല്ലെങ്കിൽ നോളൻ ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് പോലും മര്യാദക്ക് ഇത് കണ്ടിരിക്കാൻ പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആ ഓപ്പൺഹൈമറിന് ശേഷം അപ്പോൾ ഈ ഒഡീസി എനിക്ക് ഒട്ടും പ്രതീക്ഷയും ഉണ്ടായില്ല വലിയ രീതിയിൽ. അതായത് നോളൻ ഇനിയിപ്പോൾ ആ ഒരു പഴയ ലെവലിലേക്കൊന്നും അല്ല പോകുന്നത്, അപ്പോൾ ഇതിനി അങ്ങനെ എത്തുമെന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായി. എന്നാൽ ഒഡീസി ഈ ഇൻറ്റർസ്റ്റെല്ലാർ ഇറക്ക് ശേഷം ഇതുവരെ ഇറങ്ങിയതില്ല ഏറ്റവും നല്ല സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത്.